എല്ലാവർക്കും നമസ്കാരം. ജാൽസിൻ്റെ ഔട്ടിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞങ്ങളൊരു യാത്രയിലാണ്. കിങ്ങറോയിലേക്കാണ് ഇന്നത്തെ യാത്ര. അതായത് ബ്രിസ്ബനിൽ നിന്നൊരു 3 മണിക്കൂർ 250 കിലോമീറ്റർ ദൂരമാണുള്ളൂ. ഇൻസൈഡാണ് നമ്മൾ പോകുന്നത്. നോർത്തും സൗത്തും അല്ല, വെസ്റ്റിലേക്കാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത്. അടിപൊളി സ്ഥലമാണ്. കിങ്ങറോയിൻ്റെ ഒരു പ്രത്യേകത, കിങ്ങറോയാണ് ഓസ്ട്രേലിയയിലെ പീനട്ടിൻ്റെ ക്യാപിറ്റൽ ടൗൺ ഓഫ് പീനട്ട് എന്നാണ് അതിനെ അറിയപ്പെടുന്നത്. ഏറ്റവും കൂടുതൽ പീനട്ട്സ് ഉണ്ടാകുന്ന ഓസ്ട്രേലിയയിലെ ഒരു സ്ഥലമാണ് കിങ്ങറോയ്. അവിടേക്കാണ് നമ്മൾ പോകുന്നത്. അവിടുത്തെ കാഴ്ചകളും അവിടുത്തെ വിശേഷങ്ങളുമാണ് ഇന്നത്തെ ഒരു വീഡിയോ. ഈ സ്ഥലം കണ്ടില്ലേ, ഞാനിപ്പോൾ നിൽക്കുന്ന സ്ഥലം കണ്ടില്ലേ, നല്ല ചുമന്ന മണ്ണാണ്. കംപ്ലീറ്റ് ആയിട്ട് ഉഴുത് മറിച്ചിട്ടിരിക്കുകയാണ്. ബാക്കിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ നല്ല അടിപൊളി ചുമന്ന മണ്ണാണ് കംപ്ലീറ്റ് ആയിട്ട് ഉഴുത് മറിച്ചിട്ടിരിക്കുന്നത്, കണ്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്യുക. അപ്പോൾ അങ്ങനെ നമ്മൾ നേരെ കിങ്ങറോയിലേക്ക് വിടുകയാണ് കേട്ടോ. അങ്ങനെ ഒരു 2 മിനിറ്റും കൂടെ കഴിഞ്ഞാൽ നമ്മൾ 5 മിനിറ്റ് കൂടെ കഴിഞ്ഞാൽ നമ്മൾ നേരെ നമ്മുടെ ഫാം സ്റ്റേയിൽ എത്തുന്നതാണ്. ഇവിടുന്ന് ഈ ബ്യൂട്ടി ഒന്ന് നോക്കി എന്ത് രസം ഇവിടെ കാണാൻ നോക്കി. നല്ല അടിപൊളി സ്ഥലം കേട്ടോ. പോണ റോഡ് ഇട്ടോ, കണ്ട ടാർ റോഡിൽ നിന്ന് ഇറങ്ങി ഫുൾ ഗ്രേവൽ റോഡാണ്. ഇതിലൊരു കുറച്ചും കൂടെ പോയി കഴിഞ്ഞാൽ ആ പ്ലോട്ടിലേക്ക് എത്തും. നമ്മുടെ സ്ഥലം എത്തി ഏകദേശം ആ കാണുന്ന സ്ഥലത്താണ് നമ്മൾ നിൽക്കാൻ പോകുന്നത് കേട്ടോ. അവിടെയാണ് നമ്മുടെ സ്പോട്ട്. ഇനിയിപ്പോൾ അതിലേ കയറുന്നത് എങ്ങനെയാണെന്നുള്ളത് നോക്കട്ടെ കേട്ടോ. നമ്മൾ ഒത്തിരി അങ്ങ് ഉള്ളിലോട്ട് വന്നതാണ് കേട്ടോ. ഒത്തിരി ഉള്ളിലോട്ട് വന്നു. ഇവിടെ ഇതാണ് നമ്മുടെ സ്പോട്ട് കേട്ടോ. ഇതാണ് നമ്മുടെ കോട്ടേജും കാര്യങ്ങളൊക്കെ ഇതാണ്. അപ്പം അങ്ങനെ നമ്മൾ 2 ദിവസം നിൽക്കാൻ പോകുന്ന സ്ഥലമാണ് ഈ ബാക്കിൽ കാണുന്നത്. ഇവിടെയാണ് നമ്മൾ ഇനി 2 ദിവസം നിൽക്കുന്നത്. ഇതൊരു ഫാം ഹൗസാണ്. 60 ഏക്കറോളം ഉണ്ട് ഈ സ്ഥലം. ഒരാളുടെയാണ്, ഒരു ഫാമിലിയാണ് ഇത് നോക്കി നടത്തുന്നത്. അപ്പോൾ ഇതിനകത്തൊരു 3-4 കോട്ടേജും 5 കോട്ടേജുണ്ട് ഇതിനകത്ത് നിൽക്കുന്നത്. അതിലൊന്ന് വലുതാണ്, വലിയൊരു വീടാണ്. ബാക്കിയെല്ലാം 2 ബെഡ്റൂം കോട്ടേജുകളാണെല്ലാം. ഒത്തിരി കിങ്ങറോയിൽ നിന്നും ഒരു 15 മിനിറ്റ് അകത്തേക്ക് ഡ്രൈവ് ചെയ്തിട്ടാണ് ഈ സ്ഥലമുള്ളത്. ഒത്തിരി അകത്തേക്കാണ്. നമ്മൾ മെയിൻ റോഡിൽ നിന്നൊക്കെ ഒത്തിരി വിട്ടിട്ട് വേണം ഇങ്ങോട്ട് വരാനായിട്ട്. പക്ഷേ നല്ല കാം ആൻഡ് ക്വയറ്റ് സ്ഥലമാണ്. ഇത് കണ്ടില്ലേ, ഇതിൻ്റെ ബാക്കിൽ നിൽക്കുന്ന സ്ഥലമാണ്. അതാണ് നമ്മൾ നിൽക്കുന്ന കോട്ടേജ്. അവിടെ വേറൊരു കോട്ടേജ് ഉണ്ട്, അതിനപ്പുറത്തോട്ടുണ്ട് വേറെ കോട്ടേജ്. വണ്ടി പാർക്ക് ചെയ്യാൻ സ്ഥലങ്ങൾ, പിന്നെ കുറേ പശുക്കളും പിന്നെ അതേപോലെ തന്നെ കോഴികളും അങ്ങനത്തെ സംഭവങ്ങളൊക്കെ ഉണ്ട്. അതൊക്കെ രാവിലെയാണ് അവർ നമുക്കതിന് തീറ്റ കൊടുക്കാനും കാര്യങ്ങളൊക്കെ പറ്റും. നമുക്കത് രാവിലെ ഇത് നമുക്ക് പോവാം. ഇപ്പോൾ ഇത് കണ്ടോ, ഈ ലൊക്കേഷൻ നോക്കിയാൽ നല്ല അടിപൊളി ലൊക്കേഷനാണ്. നല്ല കാമാനൊന്നുമില്ല, വെറും സൈലൻ്റ് സ്ഥലം. വൈകുന്നേരമായി. അപ്പം നമ്മൾ താമസിക്കുന്ന വീട് ഇതാണ്. ഈ പുറകെ കാണുന്ന വീടാണ് നമ്മുടെ വീട്. ഇന്ന് നമ്മൾ 2 ദിവസം സ്റ്റേ ചെയ്യാൻ പോകുന്ന സ്ഥലമാണിത്. ഇതിൻ്റെ അകം എങ്ങനെ ഉണ്ടെന്നുള്ളത് നമുക്ക് നോക്കാം കേട്ടോ. അവിടെ വണ്ടിയോടെ പാർക്ക് ചെയ്തിട്ടുണ്ട്. നമുക്ക് ഇവിടെ ഒരു ഗരാജ് ഉണ്ട്. നമുക്കിവിടെ ഗരാജല്ല, ഒരു വണ്ടി പാർക്ക് ചെയ്യാനുള്ള ഏരിയ. കയറി വന്നാൽ നല്ല അടിപൊളി ലൊക്കേഷനാണ്. ഇതിനകത്ത് കുറച്ച് സംഭവങ്ങൾ, അത്യാവശ്യം പുറത്തിരിക്കാനൊരു സ്ഥലം ഇവിടെ ഉണ്ട്. നമുക്ക് വൈകുന്നേരം അല്ലെങ്കിൽ രാവിലെയൊക്കെ ഇരിക്കാനൊരു സ്ഥലം. ഇവിടെ ഒരു ചെറിയൊരു ലൗഞ്ച് വിത്ത് TV, ഡൈനിങ് റൂം, അവിടെ ഒരു ബാത്റൂം, ഇവിടെ ഒരു ബെഡ്റൂം, ഇവിടെ അടുത്തൊരു ബെഡ്റൂം. നല്ല സൗകര്യമുണ്ട്. ഇത് പിള്ളേർക്കൊക്കെ കിടക്കാനുള്ളൊരു ബെഡ്റൂം, സ്പാ അടക്കമുള്ളൊരു ബാത്റൂമും, ഒരു കിച്ചൺ ഇവിടെ. അതിൻ്റെ കൂടെ തന്നെ TV, കാര്യങ്ങൾ, ലൗഞ്ച്, പിന്നെ തണുപ്പുള്ള സമയത്ത് നമുക്ക് വിറകിട്ട് കത്തിച്ച് നിൽക്കാനുള്ളൊരു സംഭവം. പിന്നെ ഇതിൻ്റെ ബാക്കിൽ കൂടെ ഇറങ്ങി കഴിഞ്ഞാൽ ഇതിൻ്റെ ബാക്കിൽ ഏരിയയിലേക്ക് പോകണം, പിന്നെ കലക്കി ഇടാനും. പിന്നെ ഇതിൽ വിശാലമായ ഇത് ബാക്ക് യാർഡൊക്കെയാണ് കേട്ടോ. ഫ്രീ ആയിട്ട് കിടക്കുന്ന സ്ഥലമാണ്. അടിപൊളി. ഈ ഒരു മതിലിൻ്റെ സൈഡ് മൊത്തം മുന്തിരിയാണ്. ദേ കിടക്കണം, ഇഷ്ടം പോലെ ഉണ്ട് കേട്ടോ. വെള്ളമുന്തിരി ആയില്ല, ചെറുതായിട്ട് ആയി വരുന്നുള്ളൂ.
പിള്ളേർക്ക് കളിക്കാനായിട്ട് ഇത് ഇവിടെ കുറച്ച് ചെറിയൊരു പാർക്ക് പോലെ ടയർ കൊണ്ട് ഉണ്ടാക്കിയിട്ടാണ് ഇത്. വൈകുന്നേരം ഇപ്പം നല്ല ഒരു വ്യൂ കേട്ടോ ഇവിടുന്ന്. ഗുഡ് മോർണിംഗ്. രാവിലെ തന്നെ ഇവിടെ ഇതിൻ്റെ ഫീഡിങ് ഉണ്ട്. നമുക്ക് ആടും പശുവും കോഴിയും എല്ലാം ഉണ്ട്. അപ്പോൾ അതിന് ഫീഡ് ചെയ്യാൻ പറ്റും. നമുക്ക് പോയി കഴിഞ്ഞാൽ പിള്ളേർക്ക് ഫീഡ് ചെയ്യാൻ പറ്റും. ഇപ്പോൾ നേരെ അങ്ങോട്ട് പോവാണ്. ഈ ഫാമിൻ്റെ ഇവരുടെ തന്നെയാണ് ഈ പശുക്കളൊക്കെ. രാവിലെ 8 മണിയായി. കറക്റ്റ് 8 മണിക്കാണ് അവർക്ക് ഭക്ഷണം കൊടുക്കണം. നേരെ വേഗം ഞങ്ങളിത് 8:05 കഴിഞ്ഞു. ഓടിക്കോ. അല്ല അടിപൊളി കോഴികളാട്ടോ. ഇഷ്ടംപോലെ ടൈപ്പ് കോഴികൾ ഇതിനകത്തുള്ളത്. എത്ര നിൽക്കാൻ നോക്കിയത്. നല്ല കോഴി അതെ. ഇത് വൈകുന്നേരം ആകുമ്പോൾ 4 മണിയാകുമ്പോൾ ഒരു മുട്ട എടുക്കാൻ പോരും ഇതിന്. ഇപ്പം രാവിലെ ഇത് ഫീഡ് ചെയ്യാം. പിള്ളേർ ഫീഡ് ചെയ്യാം ഇതിന്. നമ്മുടെ പിള്ളേർ ഇത് ഫീഡ് ചെയ്യണം. അങ്ങനെ ഇട്ട് കൊടുക്കാം. ഇട്ടിട്ട് കൊടുത്താൽ അതൊന്നും ഇങ്ങനെ കൊത്തി പറക്കിക്കോളും. ദേ കണ്ടോ എല്ലാം കൂടെ വന്ന് പറക്കിക്കോളും. 2 കൂടുണ്ട് ഇവിടെ. 2 കൂട്ടിൽ നിറച്ച് കോഴിയാ. ഇതേ അടുത്ത കോഴി. ഇതിനിട്ട് കൊടുക്ക വെച്ചു. അത് കുറച്ച് മുട്ട ഇട്ട് വെച്ചിട്ടുണ്ട്. അതിനകത്ത് കുറച്ച് മുട്ട കിടപ്പുണ്ട്. ഇപ്പോൾ ഇത് അടുത്തൊരു കൂട്ടിൽ ചെറിയ കോഴികളിത് ബ്രെഡ് ഇട്ട് കൊടുക്കട്ടെ. ഈ സാധനം കണ്ടത് അതിൻ്റെ ഗിനിപിക്സ് ആണ്. ഗിനിപിക്സ് കണ്ടത് 2 എണ്ണം. അതിൻ്റെ ഒരു കുഞ്ഞുണ്ട്. ഗിനിപിക്സിന് ഇട്ട് കൊടുക്കുന്ന സംഭവം കണ്ടത്. ഈ ഇലയും പിന്നെ ക്യാരറ്റ്സും ആണ് ഇത് കഴിക്കുന്നത്. ക്യാരറ്റ്സും ഇഷ്ടംപോലെ കഴിക്കും. മനുഷ്യന്മാരിന്ന് കഴിക്കാനുള്ളത് ക്യാരറ്റാണ് അടിപൊളിയായിട്ട് അടിച്ചത്. 2 എണ്ണം. ഇനി അടുത്ത് നമ്മൾ പോണീൻ്റെ അടുത്തേക്ക് പോകണം. പോണീസൊക്കെ ക്യാരറ്റാണ് കഴിക്കുന്നത്. നമുക്ക് അങ്ങോട്ട് പോകാം. ആപ്പിളും ഉണ്ട് ക്യാരറ്റും ഉണ്ട്. ഇതാണ് പോണി കണ്ടോ. ഇതാണ് പോണി. ക്യാരറ്റ് നല്ല അടിപൊളിയായിട്ട് അടിക്കുന്നുണ്ട്. ക്യാരറ്റും ആപ്പിളും. അച്ഛന്മാർ നല്ല അടിപൊളിയായിട്ട് ക്യാരറ്റും ആപ്പിളും അടിക്കണ്ടേ. കണ്ട നമുക്കൊന്ന് കൊടുത്തു നോക്കാം. ഇതെന്ന് കട്ടിക്കണേ. അടുത്തൊരു പോണി ഇത് കണ്ടോ. ഇതിൻ്റെ പേര് മൂമ്മൂന്നാണ്. മൂമ്മിന് വെറുതെ ഇട്ട് കൊടുക്കാം. ഇതാണ് ആടിന് കൊടുക്കുന്ന സംഭവം. കണ്ട ആടിന് സാധനം ഇട്ട് കൊടുത്തൊക്കെ കണ്ടതേ. അടിപൊളിയായിട്ട് അടിച്ചു കയറ്റുന്നേട്ടാ. പിള്ളേരെ ഇട്ട് കൊടുക്കണേ. അങ്ങനെ ആടിൻ്റെ ഫീഡിങ് കഴിഞ്ഞു. ഇത് 5-6 ഉണ്ടായിരുന്നു ഇവിടെ. ഒക്കെ കുറേ എണ്ണം പുറത്ത് പോയി. ബാക്കിയെല്ലാം എന്താ ഇവിടെ നിന്ന് തിന്നണം. എല്ലാവരും നോക്കിയിരിക്കുക. അത് എല്ലാവരും സാധനം വിടാൻ നോക്കിയിരിക്കുക. കുറേ ചെമ്പരിയാടുണ്ട് ഇവിടെ. പിന്നെ ഇവിടെ വേറെ സംഭവമുണ്ട്. ഇതാണ് അൽഫാം എന്ന് പറയുന്നത്. അത് വേറെ ടൈപ്പ് ആടാണ് കേട്ടോ. വലിയൊരാടാണ്. വലിയ ടൈപ്പ് ആടാണ് കേട്ടോ. അതിങ്ങനത്തെ 2 എണ്ണം ഉണ്ട് അവിടെ. അതിൻ്റെ പേര് അൽപാക്കേഴ്സ് ആണ് കേട്ടോ. അൽഫാം എന്നല്ല, അൽപാക്കേഴ്സ് ആണ് ഈ സംഭവത്തിൻ്റെ പേര്. എന്നാലും നോക്കാം. ഓക്കെ പേര കേട്ടോ. അതെ പേരയ്ക്ക. ഇതിനകത്ത് പേരയ്ക്ക ഇല്ലല്ലോ. 1 തരം നാരങ്ങ ഉണ്ടോ. നാരകം നല്ല ലൈംസ് നിറച്ചാണ് ഇതിനകത്തിട്ട്. അതെ നിറഞ്ഞ കിടക്കണേ. ഇതിനകത്തുണ്ട് കുറേ എണ്ണം കേട്ടോ. കുറേ പഴുത്തുണ്ട്. നാരങ്ങ നല്ല പഴുത്ത നാരങ്ങ. പിന്നെ എല്ലാം പച്ചയാണ്. ബാക്കിയെല്ലാം പച്ച മൂത്തില്ല. മുകളിൽ 1-2 ഉണ്ട് കേട്ടോ. പഴുത്തത് അവിടെ ഉണ്ടോ പഴുത്തത്. നിലത്തൊക്കെ ഇഷ്ടം പോലെ വീണ് നടക്കണം. മരം കണ്ടത് നല്ല 1 തരം മൾബറി മരം കേട്ടോ. അതെ ഇത്രയും വലിയ മൾബറി ഞാൻ ഇതുമായിട്ട് കണ്ടിട്ടില്ല. അതിൻ്റെ മുകളിലൊരു 1-2 ഉണ്ട്. പക്ഷേ ഇത് വലിയ ഒരു മരമാണ്. ഒത്തിരി വെട്ടി നിർത്തിയിട്ടുണ്ട്. എന്നാലും വലിയൊരു മരം. ഇത്രയും വലുത് ഞാൻ ആദ്യമായിട്ടാണ് കാണുന്നത്. കൊള്ളാട്ടോ. ഭയങ്കര വലുതാണ്. നല്ല വാഴ നിൽക്കണം കേട്ടോ. ഒന്നും കൊലച്ചില്ല. ഇഷ്ടംപോലെ ഉണ്ട്. എന്താണെങ്കിലും ചെറിയ ചെറിയ ബഗ്ഗീസും കേട്ടോ. പിന്നെ ലോൺ മോർ അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ ഇവിടെ ഇട്ടേക്കണം. അങ്ങനെ നമ്മൾ കിങ്ങറോയ് ടൗണിലേക്ക് എത്തിയിരിക്കുകയാണ്. കിങ്ങറോയ് അത്യാവശ്യം വലിയ ടൗണാണ്.
മെക്ഡോണൾഡ്സ്, സബ്വേ, സൂപ്പർ ചീപ്പ്, KFC, അങ്ങനെ വേണ്ട പിന്നെന്താ ഹാർവി നോർമൻ, അങ്ങനെ വേണ്ട എല്ലാ വലിയ കടകളും ഉണ്ട്. ചെറിയ കടകളും RSL അങ്ങനെ എല്ലാ സംഭവങ്ങളും ഉണ്ട് ഇവിടെ. അത്യാവശ്യം ആളുകളുണ്ടെന്ന് തോന്നുന്നു. വലിയ ടൗണാണ്. കിങ് റോയലിലെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടൊരു സംഭവമാണ് കിങ് റോയലിലെ പീനട്ട് ഫാക്ടറി. പീനട്ട് കമ്പനി ഓഫ് ഓസ്ട്രേലിയ എന്ന് പറഞ്ഞ കമ്പനിയാണ് ഏറ്റവും കൂടുതൽ പീനട്ട്സ് ഇവിടെ ഇത് ചെയ്യുന്നത്, സ്റ്റോർ ചെയ്യുന്നതും സപ്ലൈ ചെയ്യുന്നതും എല്ലാം. അതിൻ്റെ ഫാക്ടറിയാണ് നമ്മൾ നേരെ ബാക്ക് കാണുന്നത്. ഇതുകൊണ്ടോ ഈ ഫാക്ടറി, ഈ മോൾ ബാക്ക് കാണുന്ന ഫാക്ടറിയാണ് ഏറ്റവും വലിയൊരു ഫാക്ടറി. ഇവിടുത്തെ ഓസ്ട്രേലിയയിലെ ഏറ്റവും കൂടുതൽ പീനട്ട് സപ്ലൈ ചെയ്യുന്ന ഫാക്ടറിയാണ് നമ്മൾ നേരെ ബാക്ക് കാണുന്നത്. 1901 ഇവിടെ ആദ്യമായിട്ട് ഓസ്ട്രേലിയയിൽ ചൈനീസ് റഷ്, അതായത് ഗോൾഡ് റഷ് വന്നപ്പോൾ ചൈനീസ് ആൾക്കാർ വന്ന് ഗോൾഡ് ഡിഗ് ചെയ്യാൻ വന്ന സമയത്ത് കൊണ്ടുവന്ന് നട്ട ആദ്യത്തെ ചെടി, അതായത് പീനട്ടിൻ്റെ ചെടി നട്ടത് ഇവിടെയാണ്, കിങ് റോയലാണ്. അപ്പോൾ അത് 1901. അത് കഴിഞ്ഞ് 1924 ഈ ഒരു ഫാക്ടറി ഇവിടെ തുടങ്ങിയത്. അങ്ങനെ ഓൾമോസ്റ്റ് 90 ഇയേഴ്സായി ഈ ഫാക്ടറി തുടങ്ങിയിട്ടില്ലേ. എന്ത് നല്ല ബിൽഡിങ് തന്നെ നോക്കി. ഇതൊരു 1950s കത്ത് പിടിച്ചായിരുന്നു, ഫുൾ തീ പിടിച്ചായിരുന്നു. അത് കഴിഞ്ഞ് അവർ രണ്ടാമത് റീബിൽഡ് ചെയ്തതാണ് അത് വീണ്ടും. ഇതാണ് ഇവിടുത്തെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഫാക്ടറി. ഒത്തിരി ഇപ്പോഴും ഇത് റണ്ണിങ് ആണ് ശരിക്കും. പക്ഷേ ഇതിൻ്റെ ടൂറും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അതിപ്പം ഈ കോവിഡും കാര്യങ്ങളായതുകൊണ്ട് അവർ ടൂറൊന്നും കണ്ടക്ട് ചെയ്യുന്നില്ല. പക്ഷേ ഇത് ഇവിടുത്തെ ഒരു എന്താ പറയുക, ഒരു ഐക്കോണിക് സംഭവമാണത്. ഓൾമോസ്റ്റ് 100 കൊല്ലം ആവാനായി. ഇതിപ്പം ബേഗ എന്ന് പറയുന്ന കമ്പനീൻ്റെ കയ്യിലാണ് ഈ ഒരു പീനട്ട് ഫാക്ടറി ഓഫ് ഓസ്ട്രേലിയ, ഈ ഒരു കമ്പനി ഉള്ളത്. അവരുടെ ഓഫീസും കാര്യങ്ങളാണ് ഇവിടെ കാണുന്നത്. ഇത് കണ്ടില്ലേ, PCA എന്നാണ് ഇത് പറയുന്നത്, ബേഗ കമ്പനി. ഈ ഒത്തിരി ഏരിയ ഉണ്ട്, നല്ലൊരു ഏരിയയിലുണ്ട്. ഇതിങ്ങനെ ഈ ബിൽഡിങ് മാത്രമല്ല, ഇതിൻ്റെ ബാക്കോട്ട് ഒത്തിരി കാണാനുണ്ട്. പക്ഷെ ഇപ്പം ടൂറും കാര്യങ്ങളൊന്നുമില്ല, നമുക്കിങ്ങനെ പുറത്തുനിന്ന് കാണാൻ മാത്രമേ പറ്റുള്ളൂ. നാല് മണിയാകുമ്പോൾ കോഴികളൊക്കെ അഴിച്ചു വിട്ടിട്ട് കംപ്ലീറ്റ് മുട്ട എടുക്കാനുള്ള പരിപാടിയാണ് കേട്ടോ അവർ. മുട്ട എടുക്കാൻ പോകും കേട്ടോ. അതിനകത്ത് മുട്ടയുണ്ട്, ഒരു 3-4 മുട്ടയുണ്ട്. അപ്പം മുട്ട എടുക്കാനുള്ള പരിപാടിയാണ്. മുട്ട എടുക്കാം. അടുത്ത മുട്ട എടുത്തേ. അടുത്ത് പൊട്ടിക്കരുത്, പതുക്കെ വയ്ക്കും, പതുക്കെ ഇട്ടരുത്, പതുക്കെ വയ്ക്കുക. ഓക്കെ. അങ്ങനെ 3 മുട്ട അതിനകത്തുണ്ടായിരുന്നു. 3 മുട്ട കിട്ടി. ഞങ്ങളോട് കൊണ്ടാകാളം പറഞ്ഞു, വീട്ടിൽ കൊണ്ടാകാളം പറഞ്ഞു. അപ്പോൾ ഫാം ഫ്രഷ് എഗ്സ് ആണ്. ഇനിയിപ്പോൾ അടുത്തതിൽ എത്ര ഉണ്ടെന്ന് അറിയില്ല. ഇതിലെൻ്റെ പൊന്നെ, ഇതിലെത്ര അത്? എൻ്റെ പൊന്നെ, ഇത് ഇഷ്ടം പോലെ മുട്ട. 17 മുട്ടയുണ്ട് കേട്ടോ അതിനകത്ത്. 17 മുട്ട ഇന്ന് കിട്ടിയതാണ് അവരുടെ. ഈ മുട്ട മൊത്തം നമ്മളോട് കൊണ്ടുപോകണം പറഞ്ഞു. 17 മുട്ട. അതെ, അടിപൊളി മുട്ടയാണ്. ഇവിടെ നമുക്ക് കുറേ സൈക്കിൾ വെച്ചിട്ടുണ്ട്. ഈ സൈക്കിളിൽ നമുക്ക് ഇവിടെ വരുന്നവർക്ക് എടുത്ത് ഉപയോഗിക്കാം. ഈ ഫാമിൽ ചുറ്റും പോകണമെങ്കിൽ ഈ സൈക്കിൾ ഉപയോഗിച്ച് പോകാം. അപ്പം ഞങ്ങളെന്താണെങ്കിലും ഞാനും കൊച്ചും കൂടെ ഒന്ന് സൈക്കിളിൽ ഒന്ന് റൗണ്ട് ചെയ്തിട്ട് വരാം. ഈ ഏരിയ ഒക്കെ ഒന്ന് കറങ്ങിയിട്ട് വരാം. ഓക്കെ, ഞങ്ങൾ റൈഡ് പോയിട്ട് വരാം. ഈ ഏരിയ കൂടെ ഒക്കെ ഒന്ന് കറങ്ങി അടിച്ച് വരാം കേട്ടോ. ചുമല്ലേ എങ്ങോട്ടാ? റൈറ്റ് അല്ലേ? ഞാൻ പിടിച്ചോ. ഒരു ട്രാക്ടറിൽ ഇത് ചെയ്യുന്നുണ്ടോ? ട്രാക്ടർ കൊണ്ട് നിലം ഉഴുതു മറിക്കണുണ്ടോ? ഇത് ഈ ഫാമിൻ്റെ ഓണറാണ്, പുള്ളീനാണ് ഈ സ്ഥലമൊക്കെ. പുള്ളി ഫുൾ ടൈം പണിയാണ് ഫാമിൽ. ഇത് കംപ്ലീറ്റ് നില ഉഴുതു മറിച്ച് നല്ല റെഡിയാക്കാണ്. ഇവിടെ ഓട്സ് ഇടാനുള്ള പരിപാടിയാണെന്നാണ് പറഞ്ഞത്. ഈ പ്ലോട്ട് കംപ്ലീറ്റ് നട്ട് കഴിഞ്ഞു കണ്ടോ, നല്ല വരിക്ക നട്ടിരിക്കുന്നത്. ഇതൊക്കെ നമ്മൾ മെഷീൻ കൊണ്ട് തന്നെ ഇത് കംപ്ലീറ്റ് ഇടുന്നത്. അതുകൊണ്ടാണ് ഈ നല്ല ലൈനിൽ വരുന്നത്. നമ്മുടെ നിലക്കടല ഫുള്ള് നട്ടേക്കണം കണ്ടോ. പീനട്ട്സ് കംപ്ലീറ്റ് ഏരിയയിൽ നട്ടിരിക്കുന്നുണ്ട്. ഇങ്ങനെ ഇവിടെ നിന്ന് നോക്കി കഴിഞ്ഞാൽ കുറേ ഏരിയയിൽ ഇങ്ങനെ ഓരോരോ പാർട്ടായിട്ട് ഇങ്ങനെ അവർ നട്ടിട്ടുണ്ട്. പക്ഷെ നല്ല അടിപൊളി ലൊക്കേഷൻ. അവിടെ തൊട്ടിങ്ങ് വന്നു കഴിഞ്ഞാൽ 62 ഹെക്ടറാണ് ഈ ഏരിയ മൊത്തം അവരുടെയാണ്. 62 ഹെക്ടർ എന്ന് പറഞ്ഞാൽ എന്തോരമുണ്ടോ, അങ്ങ് ഒത്തിരി ഉണ്ട്, അങ്ങ് വരെ ഉണ്ട്. ഞങ്ങൾ കുറേ ഇങ്ങനെ സൈക്കിളോട്ട് വന്നു കേട്ടോ, ഈ ഫാമിൻ്റെ ഇങ്ങ് വരെ. ഇനിയുണ്ട് കുറേ പോയിട്ട്, അങ്ങോട്ട് പോകുന്നില്ല, ഇനി തിരിച്ചു പോകാം. കാരണം അത്രയും തിരിച്ചു വിട്ടണ്ടേ. നേരെ തിരിച്ച് നമ്മുടെ വീട്ടിലേക്ക് പോവാം, ക്യാബിനിലേക്ക്. ഈ ഫാം സ്റ്റേൻ്റെ കാര്യം ഞാൻ പരിചയപ്പെടുത്താം. ഇത് കണ്ടോ, ലീ ഫാം സ്റ്റേ കോട്ടേജാണ്. അപ്പോൾ നിങ്ങൾക്ക് ആർക്കെങ്കിലും ഇങ്ങനെ ഈ ഫാം ഏരിയയിൽ ഫാം ഹൗസിലൊക്കെ വന്ന് താമസിക്കാൻ താല്പര്യമുള്ളവർ, അതായത് കോഴി, ആട്, പശുക്കൾ അങ്ങനെയൊക്കെ
ഒരു അറ്റ്മോസ്ഫിയറിൽ താമസിക്കാൻ താല്പര്യമുള്ളവർ ഈ ഇവിടെ വരാട്ടോ. നല്ല റെക്കമെൻഡഡ് സ്ഥലമാണത്. ലീ ഫാം സ്റ്റേ, കിങ് റോയലാണ് ഈ സ്ഥലം. നല്ലൊരു ഹോസ്പിറ്റാലിറ്റിയാണ് ഇവരുടെ. ഗബീന എന്നാണ് പുള്ളിക്കാരിൻ്റെ പേര്. നിങ്ങൾക്ക് അവരെ കോൺടാക്റ്റ് ചെയ്യാം. അവരുടെ നമ്പർ, ഇത് പ്രൊമോഷൻ ഒന്നുമല്ല, ഞാൻ വന്നൊരു ഏരിയ ഞാൻ ജസ്റ്റ് ഇത് പറയുകയാണ്. അപ്പോൾ നിങ്ങൾക്ക് ഈ നമ്പർ വേണമെങ്കിൽ നോട്ട് ചെയ്യാം. ഇത് കണ്ടോ, 41625103 ലീ ഫാം സ്റ്റേ കിങ് റോയ്. ഇവിടെ വിളിച്ചു കഴിഞ്ഞാൽ നല്ല അടിപൊളി ലൊക്കേഷനും നല്ല കാം ആൻഡ് ക്വയറ്റാണ്. ഫാമിലീസിന് വരാം, അതുപോലെ തന്നെ ഗ്രൂപ്പായിട്ട് വരുന്നവർക്കും വരാം. അതിനുള്ള സൗകര്യങ്ങളുണ്ട്. അപ്പം അങ്ങനത്തെ ഒരു സെറ്റപ്പാണ് ഇവിടെ. അപ്പം നിങ്ങൾക്ക് ആർക്കെങ്കിലും താല്പര്യമുള്ള വരാൻ പറ്റിയ റെക്കമെൻഡഡ് സ്ഥലമാണ്, 100% റെക്കമെൻഡഡ് സ്ഥലമാണിത്. ഞാൻ വന്ന് എക്സ്പീരിയൻസ് ചെയ്തുകൊണ്ടാണ് ഞാൻ പറയുന്നത്. അപ്പോൾ നിങ്ങളൊന്ന് ഗൂഗിൾ ചെയ്ത് നോക്കിയാൽ കിട്ടും ലീ ഫാം സ്റ്റേ കിങ് റോയ്. കിങ് റോയിൽ വേറൊരു അട്രാക്ഷനാണ് ഇവിടുത്തെ പീനട്ട് വാൻ. പീനട്ട് വാൻ ഈ പുറകെ കാണുന്ന ഇത് കണ്ടോ, ഇതാണ് ഇവിടുത്തെ ഒരു ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ഷോപ്പാണ്. ഒരു വാൻ പോലെ ആയിരുന്നു, അതൊരു ഷോപ്പാക്കി മാറ്റിയിരിക്കുകയാണ് അവരത്. 1969 തുടങ്ങിയൊരു സ്റ്റോറാണത്. ഏറ്റവും കൂടുതൽ കിങ് റോയിൽ ഏറ്റവും നല്ല പീനട്ട്സും ഫ്ലേവേർഡ് പീനട്ട്സ് അങ്ങനെ ഒത്തിരി ഐറ്റംസ് കിട്ടുന്ന ഒരു ഷോപ്പാണത്. അതിപ്പോഴും അതേപോലെ അവർ മെയിൻറ്റെയിൻ ചെയ്ത് നോക്കുന്നുണ്ട്. നമുക്ക് അങ്ങോട്ട് പോയി നോക്കാം അവിടെ എന്തൊക്കെയാണ് ഇവിടുത്തെ ഐറ്റംസ് എന്നുള്ളത് പോയി നോക്കാം. ഇത് കണ്ടോ, ഇതാണ് പീനട്ട് വാൻ. കണ്ടോ, ഫ്ലേവേർഡ് പീനട്ട്സ് ആണ്. പല ടൈപ്പ് പീനട്ട്സ് ഉണ്ട് ഇവിടെ. കണ്ടോ, ഇതാണ് നമ്മളൊരു പീനട്ട് വാൻ്റെ ഹണി കോട്ടഡ് ഫ്ലേവേർഡ് പീനട്ടാണ് വാങ്ങിയത്. കണ്ടോ, ഒന്ന് വാങ്ങി ഇവിടെ വന്നപ്പം ഹണി കോട്ട് ചെയ്ത് നല്ല ടേസ്റ്റാണ്. അതിൻ്റെ ഒരു സാമ്പിൾ തന്നായിരുന്നു, കഴിച്ചു നോക്കി. നല്ല ഇതാണ്. ഈ ഒരു പാക്കറ്റിന് $10 കേട്ടോ. പക്ഷേ നല്ല പ്യുവർ ഫ്രഷ് സാധനമാണ്. ആ പീനട്ട് വാൻ അതാണ്. അങ്ങനെ കിങ് റോയിൻ്റെ മെയിൻ ഒരു അട്രാക്ഷൻ പീനട്ട് വാൻ. അതും കഴിഞ്ഞ് നമ്മൾ അടുത്ത സെറ്റപ്പിലേക്ക്. അപ്പോൾ അങ്ങനെ നമ്മുടെ ഫാം സ്റ്റേ കഴിഞ്ഞ് ഞങ്ങൾ വിടുകയാണ്. ലീ ഫാം സ്റ്റേ കിങ് റോയ്. നിങ്ങൾക്ക് ആർക്കെങ്കിലും വേണമെങ്കിൽ ഓർത്ത് വെച്ചോ, ലീ ഫാം സ്റ്റേ കിങ് റോയ്. അപ്പോൾ ഞങ്ങൾ നേരെ ബ്രിസ്ബനിലോട്ട് വിടുകയാണ്. ബൈ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇവിടെ തീരുകയാണ്. കിങ് റോയും അതിൻ്റെ പരിസരങ്ങളും കൃഷിയും കാര്യങ്ങളും എല്ലാം നിങ്ങൾക്ക് കാണാൻ പറ്റി. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ഗുഡ് ബൈ.